ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഫ്ലിപ്പ് ഫ്ലോപ്സും കൗണ്ടേഴ്സുമാണ്. അതിൽ ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സ്റ്റേബിൾ സ്റ്റേറ്റുകളുള്ള ഡിവൈസാണ്. അതിൽ സ്റ്റേബിൾ സ്റ്റേറ്റുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹൈ, അതായത് 1 എന്ന് പറയും, പിന്നെ ലോ എന്ന് പറയുന്നത് 0 എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള ഡിവൈസിനെയാണ് നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്ന് പറയുന്നത്. ഈ ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ടാക്കുന്ന ഇലക്ട്രോണിക് സർക്യൂട്ടറിയുടെ പേരാണ് നമ്മൾ ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഫ്ലിപ്പ് ഫ്ലോപ്സില് ഒരു ഫ്ലിപ്പ് അല്ലെങ്കിൽ ഒരു ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ടേം ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലോട്ടുള്ള ആ ഒരു മാറ്റം അതാണ് സൂചിപ്പിക്കുന്നത്. അത് എന്ത് പ്രകാരമാണ് ഉണ്ടാകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൺട്രോൾ സിഗ്നൽ വരുമ്പോഴാണ്. അതൊരു ക്ലോക്ക് സിഗ്നൽ ആവാം, അല്ലെങ്കിൽ ഒരു എനേബിൾ ആയിരിക്കും ഉണ്ടാവുക. അതിന്റെ ആക്ഷൻ വഴിക്കാണ് ആ ഒരു ഫ്ലിപ്പും ഫ്ലോപ്പും അതിൽ നടക്കുന്നത്. പിന്നെ ഫ്ലിപ്പ് ഫ്ലോപ്സ് ഒക്കെ ഒരു ബൈനറി സ്റ്റോറേജ് ഡിവൈസസ് ആണ്. 0 അല്ലെങ്കിൽ 1 സ്റ്റോർ ചെയ്യുന്ന, ബൈനറി ഡാറ്റയെ സ്റ്റോർ ചെയ്യുന്ന ഡിവൈസസ് ആണ്. അതുപോലെ തന്നെ ഇവയെ നമ്മൾ എഡ്ജ് സെൻസിറ്റീവ്, എഡ്ജ് ട്രിഗേർഡ് ഡിവൈസസ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ സിഗ്നൽ സെൻസിറ്റീവ് ഡിവൈസ് എന്ന് വിളിക്കാം. എഡ്ജ് സെൻസിറ്റീവ് എന്ന് വിളിക്കുന്നത് ക്ലോക്കിന്റെ എഡ്ജിനനുസരിച്ചാണ്, പോസിറ്റീവ് എഡ്ജ് ആണോ നെഗറ്റീവ് എഡ്ജ് ആണോ അതിനനുസരിച്ചാണ് ക്ലോക്ക് പൾസ് കൊടുക്കുന്നത് ഇവയിൽ. അതിനനുസരിച്ച് നമ്മളുടെ ഡാറ്റയിൽ, ഇൻപുട്ട് ഡാറ്റയിൽ ചേഞ്ചസ്, ഔട്ട്പുട്ടിൽ വരുന്ന ഡാറ്റയിൽ നമ്മളുടെ ചേഞ്ചസ് സംഭവിക്കും. പിന്നെ ഒരു സിഗ്നൽ സെൻസിറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിഗ്നലിന്റെ രൂപം മാറുന്നതിനനുസരിച്ച്, ലെവൽ സെൻസ് ചെയ്ത് മാറുന്നതിനനുസരിച്ചുള്ള ഡിവൈസ് ആയതുകൊണ്ട് ഇവയെ സിഗ്നൽ സെൻസിറ്റീവ് ഡിവൈസസ് എന്ന് നമ്മൾ പറയും. ഫ്ലിപ്പ് ഫ്ലോപ്സ് എപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ക്ലോക്ക് പൾസ് കൊടുക്കണം. അതിന്റെ ഇൻപുട്ട് ഉണ്ടായിരിക്കും, പോരാതെ അത് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ക്ലോക്ക് പൾസ് നമ്മൾ കൊടുത്തിരിക്കണം എന്നുള്ളതാണ് ഫംഗ്ഷനായിട്ടുള്ളത്. പിന്നെ ഡിജിറ്റൽ സർക്യൂട്ടിലാണ് നമ്മൾ ഈ ഫ്ലോപ്സ് കൂടുതലായി അപ്ലൈ ചെയ്യുന്നത്. ഇവര് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലോട്ട്, അതായത് ഒരു സ്റ്റേബിൾ സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേബിൾ സ്റ്റേറ്റിലോട്ട് മാറണമെങ്കിൽ എന്തെങ്കിലും ഒരു കൺട്രോൾ സിഗ്നൽ അവിടെ കൊടുക്കണം. അതായത് ക്ലോക്ക് പൾസ് കൊടുത്താൽ മാത്രമേ ഇവ മാറുകയുള്ളൂ. ഫ്ലിപ്പ് ഫ്ലോപ്സ് വിവിധ തരങ്ങളുണ്ട്, 4 തരങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ആ 4 തരവും അവയുടെ പേരും അതിന്റെ ഒരു സിമ്പിൾ ഡയഗ്രമാണ് നമ്മുടെ മുമ്പിൽ വരച്ചിട്ടുള്ളത്. ഒന്ന് സെറ്റ് റീസെറ്റ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയും. പിന്നെ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഡിലേ ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലെങ്കിൽ ഡാറ്റ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയും. JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതുപോലെ തന്നെ ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ്, ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മൾ ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നാണ് പറയുന്നത്. ഇവയൊക്കെയാണ് നമ്മളുള്ള 4 തരം ഫ്ലിപ്പ് ഫ്ലോപ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവയും ഇതിന്റെ ആപ്ലിക്കേഷൻസും അവിടെ എഴുതിയിട്ടുണ്ട്, പക്ഷെ അത്രയ്ക്കും ഡീറ്റെയിൽ ആയിട്ട് നമുക്കില്ല. നമുക്ക് ഏതൊക്കെ തരം എന്നുള്ളത് പേര് പഠിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫ്ലിപ്പ് ഫ്ലോപ്സ്. ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത് ഡിജിറ്റൽ സർക്യൂട്ടിൽ വരുന്ന ഒരു തരം ഡിവൈസസ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. അടുത്തത് ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൗണ്ടർ. കൗണ്ടർ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സിനാണ് നമ്മൾ കൗണ്ടർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ ഇതിന് നമ്മൾ കൗണ്ടറിൽ JK ഫ്ലിപ്പ് ഫ്ലോപ്സ് വെച്ചിട്ടാണ് നമ്മൾ കൗണ്ടേഴ്സ് നമ്മൾ ഉണ്ടാക്കുന്നത്. കൗണ്ടേഴ്സ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 തരമുണ്ട്, സിൻക്രണസും ഉണ്ട്, അസിൻക്രണസ് കൗണ്ടേഴ്സും ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അസിൻക്രണസ് കൗണ്ടറിനെ നമ്മൾ റിംഗ് കൗണ്ടർ എന്നുള്ള പേരിലും അറിയപ്പെടും. ഈ സിൻക്രണസും അസിൻക്രണസ് കൗണ്ടറും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം എന്ന് വെച്ചാൽ ക്ലോക്ക് പൾസ് കൊടുക്കുന്ന രീതിയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അസിൻക്രണസില് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് മാത്രമാണ് നമ്മൾ ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുന്നത്. രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ്, JK ഫ്ലിപ്പ് ഫ്ലോപ്പ് കണക്ട് ചെയ്യുമ്പോൾ അത് ആദ്യത്തിന്റെ ഔട്ട്പുട്ട് എടുത്തിട്ടാണ് രണ്ടാമത്തേനെ നമ്മൾ ക്ലോക്ക് ആക്കി കൊടുക്കുന്നത്. അതാണ് അസിൻക്രണസ് മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷെ സിൻക്രണസ് മെത്തേഡ് എന്ന് പറയുന്നത് ക്ലോക്ക് പൾസ് എല്ലാത്തിലും കോമൺ ആയിട്ട് ഒരു സ്ഥലത്ത് നിർത്തി കൊടുക്കും. അതാണ് അസിൻക്രണസ് മെത്തേഡ് എന്ന് സിൻക്രണസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു ബൈനറി കൗണ്ടർ ആണ് സിൻക്രണസ് കൗണ്ടറിനെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. സിൻക്രണസ് കൗണ്ടർ വർക്ക് ചെയ്യുമ്പോൾ അതിന് ഡിസൈൻ കാര്യങ്ങളൊക്കെ വളരെയധികം തന്നെ ഉണ്ട്. അസിൻക്രണസ് കൗണ്ടർ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ സിൻക്രണസ് അങ്ങനെയല്ല, അതിന്റെ ഡിസൈനും പ്രോപ്പർ മെത്തേഡും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. എന്തായാലും ക്ലോക്ക് പൾസ് കിട്ടാതെ ഇവയൊന്നും തന്നെ വർക്ക് ചെയ്യുകയില്ല. അപ്പോൾ കൗണ്ടർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സിനാണ് പറയുക കൗണ്ടർ എന്നുള്ളത്. അത്രയുമാണ് നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ അസിൻക്രണസും എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കും. ഞാൻ പറഞ്ഞ ക്ലോക്ക് പൾസിന്റെ അപ്ലിക്കേഷൻ മെത്തേഡിലാണ് ആ ഡിഫറൻസ് ഉള്ളത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി ഇവിടെ പഠിക്കേണ്ടതാണ്.